പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഈ സാധനങ്ങളൊക്കെ പൊതുവെ പറയുന്ന പേരാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ളത്. പ്രസവ വേദന എത്ര സിവിയർ അല്ലായിരുന്നു, പ്രസവിച്ചപ്പോൾ ഇത്ര വേദന ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫിഷർ എന്ന രോഗം വന്നപ്പോഴാണ് ഇത്ര പ്രയാസം വന്നു എന്നുള്ളത്. പിന്നെ പൈൽസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രക്തക്കുഴൽ പോലെ ഒരു സംഗതി പുറത്തേക്ക് വരുന്നതുകൊണ്ട് ഉള്ളിലുള്ളതുണ്ട്. ഇത് ബ്ലീഡിങ് ഉണ്ടാവും, പുറത്തേക്ക് എന്തോ ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. മലം പോയാലും ഒരു സമാധാനം കിട്ടാത്ത ഒരു തൃപ്തി വരാത്തുള്ള ഒരു സംഗതി ഉണ്ടാവും. ഊരവേദന പോലെ ഉണ്ടാവും, അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവും, അവിടെ ഒരു നീല കളറായിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഈ പ്രഷർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള മെയിനായിട്ട് ഈ പ്രവാസികള് സുഹൃത്തുക്കളും പിന്നെ പറയാൻ മടിക്കുന്ന അസുഖമാണ് പൈൽസ് എന്ന് പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ട് ഒരുപാടാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് സാറൊന്ന്. അതായത് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല നമ്മുടെ നാട്ടിൽ പാമ്പ്, ചേര, പെരുമ്പാമ്പ്, നീർക്കോലി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ, പാമ്പ് എന്നാ പറയാ. ചേരയാണെങ്കിലും പാമ്പ് എന്നാ പറയാ, നീർക്കോലി ആണെങ്കിലും കണ്ടാൽ പാമ്പ് എന്നാ പറയാം. ഇതുപോലെ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഈ സാധനങ്ങളൊക്കെ പൊതുവെ പറയുന്ന പേരാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ളത്. എല്ലാതും മൂലക്കുരു അല്ല. ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് വരാനുള്ള കാരണം പലതാണ്. പക്ഷേ പൊതുവായിട്ടുള്ളത് ദഹന പ്രശ്നം ശരിയാവാതിരിക്കുക, ശരിയായ രീതിയിൽ ശോധന ഉണ്ടാവാതിരിക്കുക, മലം ഉറച്ചു പോവുകയും അത് പലപ്പോഴും മുക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ കാരണം. ഈ പൈൽസ് പറഞ്ഞാൽ അതായത് മൂലക്കുരു എന്ന് പറയുന്നത് ഒരു കുരുവൊന്നുമല്ല. നമ്മുടെ മലദ്വാരത്തിന്റെ അഗ്രഭാഗത്തുള്ള ഞരമ്പുകൾ പുറത്തേക്ക് തടിച്ചു വരുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. മലം പോവുമ്പോൾ ചെറിയ രൂപത്തിൽ പൊട്ടൽ വന്നിട്ട് മലദ്വാരത്തിൽ വിള്ളൽ ഉണ്ടാവുന്നതാണ് ഫിഷർ എന്ന് പറയുന്നത്. മലം പോവേണ്ട വഴിയിലൂടെ പോവാതെ വേറെ വഴിയിലൂടെ മലം പുറത്തേക്ക് വന്ന് ഒരു ഓട്ട ഉണ്ടായി അതിലൂടെ ജലം, അതുപോലെ തന്നെ പഴുപ്പ്, അതുപോലെ തന്നെ ചോര, ഗ്യാസ്, മലം ഇതൊക്കെ പോകുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയാം. ഇങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. പ്രവാസി സഹോദരന്മാരിൽ ഇത് കൂടാനുള്ള കാരണം 1 ഞാൻ പറഞ്ഞ ഭക്ഷണശീലം, 2 ദഹന പ്രശ്നങ്ങൾ, 3 മാനസിക സമ്മർദ്ദം, 4 വയറ്റിന്ന് പോകാനുള്ള പ്രയാസം, വയറ് ഉറച്ചു നിൽക്കുക, ഗ്യാസ് കെട്ടുക, ഇതൊക്കെ. പിന്നെ ഈ കോമൺ ടോയ്ലറ്റ് ആകുമ്പോൾ പലപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഷാർജയിലായിരിക്കും ജോലി, ദുബായിലായിരിക്കും ജോലി, ഷാർജയിലായിരിക്കും താമസം. അപ്പോൾ രാവിലെ എണീറ്റ് എങ്ങനെയെങ്കിലും ജോലി സ്ഥലത്തേക്ക് പഞ്ചിങ്ങിന് എത്താനാണ് ശ്രമിക്കുക. അപ്പോൾ ഇതൊന്നും നോക്കാൻ അവരുടെ ജീവിതം കളഞ്ഞിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടാവുക. അപ്പോൾ ആ സാഹചര്യത്തിൽ വരാവുന്ന ഒരു അപകടമാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതിനൊക്കെ ചെയ്യാവുന്ന കുറച്ച് ഒറ്റമൂലികളും കുറച്ച് മുൻകരുതലുകളും പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഇതിലെ ചെറിയ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പ്രവാസികളിൽ കൂടുതലായിട്ട് കാണുന്ന രോഗങ്ങളിലൊന്ന് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇവ 3 കൂടുതലായിട്ട് കാണുന്നത് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. പക്ഷെ ഫിഷറിനെ ആളുകൾ പൈൽസ് എന്നാ പറയാം. പലപ്പോഴും രാത്രിയൊക്കെ വിളിക്കും, എന്താണിത് ഇങ്ങനെ കാണിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഈ ഫിഷർ എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ടൽ എന്നാണ് അർത്ഥം. മലദ്വാരത്തിൽ മലം ഉറച്ച് മലം ടൈറ്റായിട്ട് വരും. അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് മലം പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓട്ടയാണുള്ളത്. ദൈവം ചെറിയൊരു ഓട്ടയാണ് ഇതിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. മലം അതിലൂടെ പോകുന്നു, അത് കഴിഞ്ഞാൽ മലദ്വാരം അടയുന്നു, പ്രശ്നങ്ങൾ തീരുന്നു. പക്ഷെ മലം അടഞ്ഞിട്ട് അവിടെ കെട്ടിക്കിടന്നിട്ട് ടൈറ്റ് ആവുകയോ, ഒന്നെങ്കിൽ ഈ മസിൽ ടൈറ്റ് ആവുകയോ അല്ലെങ്കിൽ മലം നിറഞ്ഞ് നിൽക്കുകയോ, അത് മലം പോരാതെയൊക്കെ ആവുകയോ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ മുക്കും. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ഓട്ടയിലൂടെ നന്നായിട്ട് മുക്കുമ്പോൾ ഇവിടെ ഈ മലദ്വാരത്തിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പോവും, പൊട്ടി കീറി ബ്ലീഡിങ് ഉണ്ടാവും. പച്ച ഇറച്ചിയാണിത്, പച്ച ഇതിലാണ് ഈ ഞരമ്പുകൾ ഇങ്ങോട്ട് പൊട്ടി അതിലൂടെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. കണ്ണിന്ന് വെള്ളം വരുന്ന വേദനയായിരിക്കും. പല പ്രവാസി സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ട്, അസാധ്യ വേദന ഡോക്ടറെ, ക്യാൻസർ ആണ് തോന്നുന്നു, ഞാൻ നാളെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരികയാണ് അറിയും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പച്ച മുറിവായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മലം പോകുമ്പോൾ ഓരോ സമയവും ഇത് കടുത്ത വേദന ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. മലം പോയി കഴിഞ്ഞാൽ അവൻ ബാത്റൂമിൽ നിന്ന് വന്നിട്ട് ആ ബെഡിലങ്ങ് വന്നിട്ട് ചന്തി പൊന്തിച്ച് കിടക്കും. ഒരു ഫാനോ ഐസോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി തോന്നുന്ന തരത്തിലുള്ള കഠിന സഞ്ചാരമാണ് ഉണ്ടാവുക. ഇത് ചിലപ്പോൾ ഇന്നലെ വരെ ഉണ്ടാവില്ല, പാരമ്പര്യം ഉണ്ടാവില്ല, ഒരൊറ്റ ദിവസം കൊണ്ടേക്കാരം ഇത് വരിക. അപ്പോൾ ഇന്നലെ വരെ പ്രശ്നമില്ലാത്ത ഒരാൾക്ക് ഇന്ന് മലം പോയി കഴിഞ്ഞപ്പോഴായിരിക്കും ചോരയും പ്രശ്നങ്ങളൊക്കെ വരിക. അത്തരത്തിൽ ഫിഷർ കാണാറുണ്ട്. ഒരുപാട് പേരെ പരിഭ്രാന്തരാക്കുന്ന രോഗം ഒന്നാണിത്. പലപ്പോഴും ഈ പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ എന്താ പറയാ, ഡോക്ടറെ പ്രസവ വേദന എത്ര സിവിയർ അല്ലായിരുന്നു,
പ്രസവിച്ചപ്പോൾ ഇത്ര വേദന ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഫിഷർ പറഞ്ഞ രോഗം വന്നപ്പോഴാണ് ഇത്ര പ്രയാസം വന്നു എന്നുള്ളത്. പിന്നെ പൈൽസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രക്തക്കുഴൽ പോലെ ഒരു സംഗതി പുറത്തേക്ക് വരുന്നതുകൊണ്ട് ഉള്ളിലുള്ളതുണ്ട്. ഇത് ബ്ലീഡിങ് ഉണ്ടാവും, പുറത്തേക്ക് എന്തോ ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും, മലം പോയാലും ഒരു സമാധാനം കിട്ടാത്ത ഒരു തൃപ്തി വരാത്തുള്ള ഒരു സംഗതി ഉണ്ടാവും, ഊരവേദന പോലെ ഉണ്ടാവും, അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവും, അവിടെ ഒരു നീല കളറായിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഫിസ്റ്റുല മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ചന്തിയുടെ ചാല്, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇറച്ചിമന്ന് വേദന വരിക എന്നൊക്കെ പറയുമ്പോൾ ട്രോളൊക്കെ വരുന്നവരോട് പറയുന്നത്, എൻ്റെ സഹോദര, പച്ച ജീവിത യാഥാർത്ഥ്യം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രവാസിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതിലും നിങ്ങൾക്ക് പരിഹസിച്ച് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ചിരിച്ചോളൂ, അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക. സാധാ സീതയായിട്ടുള്ള ഞങ്ങളെ നാടിനെ ഈ നാടാക്കിയിട്ടുള്ള പ്രവാസിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിലെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്തിയുടെ ആ ചാലിൽ ചെറിയ പൊന്തലുണ്ടാവും, പിന്നെ അവിടെ ഒരു ഓട്ടയാവും, അതിലൂടെ ചലം വരും, അതുപോലെ പഴുപ്പ് വരും, അതുപോലെ തന്നെ കൊഴുപ്പ് വരും, അതുപോലെ തന്നെ ഗ്യാസ് വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അതിലൂടെ അല്ലാതെ വേറെ വഴിയിലൂടെ മലം പോരുക. അത് അവിടെയുള്ള ഗ്രന്ഥികൾക്ക് അണുബാധയും ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അവിടെ ഓട്ടയായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഇതിങ്ങനെ പച്ചയായിട്ട് പറയാനുള്ള കാരണം എന്താ അറിയോ? എൻ്റെ അടുത്തൊരു സൗദി പ്രവാസി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കരുതുന്ന പോലെയല്ല ഡോക്ടറെ, ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആകെ വെള്ളിയാഴ്ച ഒഴിവുള്ളൂ, അല്ലാതെ ലീവ് കിട്ടൂല, അതൊരു മനുഷ്യനോട് പറയാൻ പറ്റൂല. ഇനി ഇവിടെ പോയാൽ തന്നെ 400 കിലോമീറ്റർ പോയാലേ ടൗണിലെത്തുള്ളൂ, അത്രയും ഉള്ളിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവാസികൾക്ക് പെട്ടെന്ന് അതെന്താണെന്ന് മനസ്സിലാവാനും അനാവശ്യമായ ആശങ്ക ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ രോഗലക്ഷണം എന്താണ് എന്നുള്ളത് പറഞ്ഞത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക, രാവിലെ എഴുന്നേറ്റ ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, പ്രഭാത സവാരി ഏറ്റവും നല്ലതാണ്, നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കിടന്നുറങ്ങുക, 6 മുതൽ 8 മണിക്കൂർ കിടന്നുറങ്ങുക, മാനസിക സംഘർഷം നന്നായിട്ട് ഒഴിവാക്കുക, പഴങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, കോഴി ഒഴിവാക്കുക, കോഴിമുട്ട ഒഴിവാക്കുക, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, കളറുള്ള ഫുഡ് ഒഴിവാക്കുക, കോളകൾ ഒഴിവാക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ പപ്പായ നല്ലതാണ്, ചോളം, കമ്പം അത് പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള സംഗതികൾ, അതുപോലെ തന്നെ സാലഡ്, ലെറ്റ്യൂസ്, ഇലക്കറികൾ, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് ശോധന ശരിയാവാനും അതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്തരം ശോധനാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒഴിവാക്കാനും സഹായിക്കും. ഇനി എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു കിടിലൻ ഒറ്റമൂലി പറഞ്ഞുതരാം. എല്ലാ പ്രവാസി സഹോദരന്മാർക്കും ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ രീതിയിൽ മൂലത്തിൽ വേദനയോ തടിപ്പോ മലം പോവാനുള്ള പ്രയാസമോ ചൊറിച്ചിലോ അണുബാധയോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ, ഫിഷർ പോലെയുള്ള വേദന ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള 1.5 ഒറ്റമൂലിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അത് ശരിയാവാനുള്ള പണിയാണ്. ഒരു വട്ടപാത്രത്തിൽ വെള്ളം എടുക്കുക. വട്ടപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ തൊട്ടിയുടെ താഴെ വെക്കുന്ന നല്ല വട്ടമുള്ള ഒരു ഇത്രയൊക്കെ വട്ടമുള്ള ഇത്ര ഉയരമുള്ള ഒരു പാത്രം, അതിൽ വെള്ളം എടുക്കുക. അതിൻ്റെ ഒരു 1/4 ഭാഗം ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലെന്ത് ചെയ്യുക, നന്നായിട്ട് കല്ലുപ്പിടുക, ഒരു 5-6 സ്പൂണ് കല്ലുപ്പിടുക. എന്നിട്ട് ആ ചന്തിയുടെ ഭാഗം അവിടെ വെക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വേദന കുറയാനും ബ്ലീഡിങ് മാറാനും സഹായകരായിരിക്കും. ഒരു പരിധി വരെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും അതിന്മേ താൽക്കാലികമായിട്ട് മാറിക്കിട്ടി അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ അതിമ കിട്ടും. ആ ഭാഗത്ത് അണുബാധ പോവും, വേദന കുറയും, മുറിവ് ഉണങ്ങും, മസിലുകളൊന്ന് അയഞ്ഞിട്ട് വയറ്റിന്ന് പോവാൻ സഹായകരാകും. അപ്പോൾ വയറ്റിന്ന് പോവാത്തവരാണെങ്കിൽ അതിൻ്റെ മുൻപ് ചെയ്യാം. വയറ്റിന്ന് പോയിട്ട് വേദന വന്ന് ബ്ലീഡിങ് ആയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ റൂമിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് താങ്ങാവുന്ന ഒരു ചൂടിൽ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നിങ്ങളുടെ ചന്തി അതിൽ വെക്കുക. അങ്ങനെ ദിവസവും ഒരു 10 മിനിറ്റ് വെച്ചിട്ട് 3 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടൂ. അപ്പോൾ എന്താണെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് നോക്കാം.